ഹലോ ആൻഡ് ഹായ്. ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു അഫ്ഗാനി ചിക്കൻ കറിയാണ് ഷെയർ ചെയ്യുന്നത്, ക്രിസ്മസ് സ്പെഷ്യൽ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമുക്ക് പാത്രത്തിൽ നോക്കാം. ഒരു 500-600 ഗ്രാമിൻ്റെ ചിക്കൻ പീസസാണത്. അതിൽ ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് നാരങ്ങാനീര്, പാകത്തിനുള്ള ഉപ്പും ഒഴിച്ച് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതിന് വേണ്ട ഗ്രേവി എന്തൊക്കെയാണെന്ന് മിക്സിയിലെ ജാറിൽ ഞാനിപ്പോൾ 2 സവാള, പിന്നെ ഒരു 6-7 പച്ചമുളക്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഒരു 8-10 കാഷ്യൂ നട്ട്സ്, ഒരു പിടിക്ക് മല്ലിയില, ഓരോ ടീസ്പൂൺ പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2 ടേബിൾ സ്പൂൺ കട്ടത്തൈരാണ്. പുളിപ്പില്ലാത്ത തൈരായിരിക്കണം. അപ്പോൾ നമുക്കിതിനെ അരച്ച് പേസ്റ്റാക്കി എടുക്കാം. ശരിക്കും നമ്മളിതിൽ ചുമന്ന മുളക് ഇടുന്നേ ഇല്ല. ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് ഗ്രീൻ കളറാണ്. അപ്പം നമ്മൾ പച്ചമുളക്, മല്ലിയില, ഈ ഒരു കോമ്പിനേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ വളരെ നല്ല ടേസ്റ്റി, നല്ല മണവുമാണ്. ഇപ്പം നമ്മൾ ആ ഗ്രേവി ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഇതിൽ നമ്മൾ പുരട്ടി വെച്ച ചിക്കൻ പീസസിലിട്ട് നന്നായിട്ട് യോജിപ്പിച്ച്, നന്നായിട്ട് കൈ കൊണ്ട് തന്നെ യോജിപ്പിച്ച്, ഉപ്പ് കുറച്ച് കുറവായിരുന്നു, ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഇന്നലെ ഉച്ചത്തേക്കാണ് ഞാനിത് എടുത്തത്. അപ്പോൾ എത്രയും നേരം ഇത് കൂടുതൽ ഫ്രിഡ്ജിൽ ഇരിക്കുന്നോ അത് നല്ലതാണ്. ഒരു ദിവസം വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം അല്ലാതെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമുക്കൊരു 15 മിനിറ്റെങ്കിലും 20 മിനിറ്റെങ്കിലും മാറ്റി വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എന്നിട്ട് ഞാനിപ്പോൾ അതിനെ എടുത്ത് പാനിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട്, ഇത് ഷാലോ ഫ്രൈ ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് ബട്ടർ ഇട്ട് ഇത് നമ്മൾ ഈ ഗ്രേവിയിൽ നിന്ന്, ഈ ചാറിൽ നിന്ന് ഈ ചിക്കൻ പീസസ് എടുക്കുമ്പം ചാറ് ഒരുപാട് ഉണ്ടാകാൻ പാടില്ല. കഴിയുന്നത് ചാറ് ഇല്ലാതെ നമ്മളത് പതുക്കെ കുടഞ്ഞ് വേണം എടുക്കാൻ. സൂക്ഷിക്കണം അത് ചെയ്യുമ്പോൾ. ഇപ്പം ഞാനിതിപ്പം 2 പ്രാവശ്യമായിട്ടാണ് ഈ ചിക്കൻ പീസസ് നമ്മളിട്ട് പിന്നെ ഷാലോ ഫ്രൈ ചെയ്ത് എടുത്തത്. ഒരു കാര്യം, നമ്മൾ ഈ ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ ഈ അരപ്പോടുകൂടി നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് പാനിൽ ഇതിങ്ങനെ കുറച്ച് കട്ടിയായിട്ട് ഒട്ടിപ്പിടിക്കും. പക്ഷേ അത് കണ്ടില്ലേ, ഇപ്പം ഞാൻ 2 തവണയായിട്ട് ഇട്ട ആ ചിക്കൻ പീസസ് എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പാൻ കണ്ടോ, അത് കുറച്ച് ഞാൻ ആ അരപ്പൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കി എടുത്ത് ഗ്രേവിയിൽ ചേർക്കും. കളയേണ്ട കാര്യമില്ല. ഇപ്പം ഞാനിതിൽ പാനിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് സ്പൈസസ് ഇട്ടു, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ടു. പിന്നെ ഈ ഗ്രേവി നമ്മൾ പിന്നെ അതിലോട്ട് ഒഴിച്ച് അത് പൊട്ടിയപ്പോൾ ഇതിലിപ്പോൾ ഞാൻ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, പിന്നെ നമുക്ക് കുരുമുളക്, ജീരകം, പിന്നെ ഗരം മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഫ്രഷ് ക്രീമും കൂടെ ഇടണം. പാകത്തിന് അതിൻ്റെ കട്ടിക്കനുസരിച്ചുള്ള ഫ്രഷ് ക്രീമും കൂടെ ഇട്ട് എല്ലാം ഒന്ന് യോജിപ്പിച്ച് ഞാൻ എന്നിട്ട് ചിക്കൻ അതിലോട്ട് ഇടുകയാണ്. ഇനി ലാസ്റ്റിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി, പിന്നെ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ നമുക്കറിയാം. ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം കുറച്ചും കൂടി ഒഴിച്ചായിരുന്നു. എന്നിട്ട് നല്ല കട്ടിക്ക് അതിനെ നന്നായിട്ട് നമുക്ക് ഇളക്കി അതിന് പാകത്തിനുള്ള വെള്ളമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തതിന് ശേഷം നല്ല മണമാണ് കേട്ടോ. ശരിക്കും ചെയ്ത് നോക്കുമ്പോഴേ അറിയുള്ളൂ. ഇപ്പം ഞാനിതിൽ കസൂർ മേഥി പൊടിച്ച് നന്നായിട്ട് ചൂടാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യാനില്ല, നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് ഞാനത് മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എന്തിൻ്റെ കൂടെ ഇത് പോവും? അപ്പത്തിനോട്, പൊറോട്ട, ചപ്പാത്തി, ചോറിൻ്റെ കൂടെ. ഞാനിപ്പോൾ ഇവിടെ നെയ്ച്ചോറിൻ്റെ കൂടെയാണ് ഇത് ക്രിസ്മസിൻ്റെ അന്ന് പിന്നെ എടുത്തത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. താല്പര്യമുള്ളവർ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.